പ്രശാന്ത സുന്ദരമായ ഈ സായാഹ്നം ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ നടുവിൽ ഈ ശബ്ദ സീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുന്നു. വരുന്ന 40 നിമിഷങ്ങൾ നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിങ്ങളുമായി അല്പസമയം ഒരു സ്നേഹ സംവാദത്തിനായി, ഒരു സംഭാഷണത്തിനായി ഞങ്ങൾ എടുക്കുകയാണ്. ആയതിലേക്ക് പ്രാരംഭമായി ദേശത്തെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു മനോഹരമായ ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ഞങ്ങളുടെ പ്രിയ സഹയാത്രികൻ, അനുഗ്രഹീത ഗായകനുമായ കൊച്ചുവൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ കടന്ന് മുൻപോട്ട് വരും. ഒരു അനുഗ്രഹീതമായ പാട്ട് പാടി ദേശത്തെ ഞങ്ങളെ ശബ്ദത്തിൽ ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന് സന്തോഷം പകരുന്ന ഒരു മനോഹരമായ ഗാനത്തിനായി ക്ഷണിച്ചുകൊള്ളുകയാണ്. മുൻവിധികളൊന്നുമില്ലാതെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ നമുക്ക് അല്പസമയം ഈ ഗാനം ശ്രവിക്കാം. എനിക്കറിയാം, ജീവിതത്തിന്റെ വിവിധമായ തിരക്കുകളിൽ പലവിധമായ ഭാരങ്ങളിലൂടെയൊക്കെ ഉഴലുന്ന ആൾക്കാരാണ് നിങ്ങൾ. കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും, നിങ്ങളുടെ ഭാരങ്ങൾ എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും പകരുന്ന ഒരു സായാഹ്ന നിമിഷങ്ങളായിരിക്കും ഇന്നിവിടെ പകരപ്പെടുന്നത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ ചെലവഴിക്കുന്ന സമയം ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ ദേശത്ത് എന്തോ ഒരു ദൈവിക പ്രവൃത്തി ഉണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആയതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുകയാണ്. നമുക്ക് ഒരുമിച്ച് നമുക്ക് ആ ഒരു മനോഹരമായ ഗാനത്തിനായി കാതോർക്കാം. പ്രിയ കൊച്ചുവൻ ക്ഷണിച്ചു. ഈ സായാഹ്ന സമയം വളരെ അനുഗ്രഹീതമാണ് ഈ ദേശം. കാരണം ഈ മണ്ണും ഈ പ്രകൃതിയും ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരും എല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം ലോക രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഹരമായ നാമമാണ് ഇന്ന് ഈ സായാഹ്നം ഇവിടെ ഉയർത്തപ്പെടുന്നത്. ആ നാമം സർവ്വ സൃഷ്ടികളും അറിയേണ്ട നാമമാണ്. ആ നാമം ഘോഷിക്കപ്പെടുന്നിടത്ത് പ്രകൃതി പോലും സന്തോഷിക്കും. ആകയാൽ ഇന്ന് ഈ സന്ദേശം കൈമാറപ്പെടുമ്പോൾ ഈ ദേശത്തിന്മേലുള്ള ദുഃഖത്തിന്റെ നിഴലുകൾ മാറട്ടെ, കണ്ണീരുകൾ മാറട്ടെ, ഇരുട്ടിന്റെ അധികാരി കെട്ടിവെച്ച ജീവിതങ്ങളുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആധികാരികതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വരുന്ന സമയം നൽകുന്ന സന്ദേശത്തിനുള്ളിൽ നിങ്ങൾ ഈ ദേശത്തിനുമേൽ പിശാച് കെട്ടിയ പ്രവർത്തികളെ അഴിക്കുന്ന ദൈവപ്രവൃത്തി കാണുവാനിടയായി തീരട്ടെ. രോഗികളാണെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരു മുൻവിധികളും ഇല്ലാതെ നിഷ്കളങ്കമായി തുറന്ന നിലയിൽ കേൾക്കുക. യേശു ക്രിസ്തുവിന്റെ നാമം രോഗബന്ധനത്തെ അഴിക്കും, ഭൂതബന്ധനങ്ങളെ അഴിക്കും, കുടുംബ തകർച്ചകളെ മാറ്റും. മാനവകുലത്തിന്റെ രക്ഷയ്ക്കുള്ള ഏക പരിഹാര നാമമാണ് രക്ഷപ്പെടുവാനുള്ളത്. ആകയാൽ ആ നാമം ഉയർത്തപ്പെടുമ്പോൾ ദേശത്തിന്മേലുള്ള വാഴ്ചകൾ പോലും വിറയ്ക്കും. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്, ഞങ്ങളുടെ സഹയാത്രികൻ മോൻചാൻ കടന്നു വന്ന ഈ സന്ദേശം ഇവിടെ കൈമാറപ്പെടുമ്പോൾ വരുന്ന 20 മിനിറ്റിനുള്ളിൽ ഈ ദേശത്ത് ചില ദൈവിക പ്രവർത്തികൾ സംഭവിക്കുമെന്നും ചില ജീവിതങ്ങൾ തുറക്കപ്പെടുമെന്നും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ തകർത്ത് കളഞ്ഞ, നിരാശയിൽ ആഴ്ത്തിക്കളഞ്ഞ ചില വിഷയങ്ങൾക്ക് മറുപടികൾ അതിനുണ്ടാകുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിനുശേഷം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ആ നാമത്തിന്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെ ഈ ശബ്ദ പരിധിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാതന്ത്ര്യം ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹയാത്രികനും സഹപഠനുമായ മോൻചാനെ ഞാൻ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആദരപൂർവം ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ തുടങ്ങി വെച്ച നിമിഷം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ദേശത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ ഇവിടെ പ്രഘോഷിച്ചത് നസറേയനായ യേശുവിന്റെ നാമമാണ്. സകല മുഴങ്കാലും മടങ്ങുന്ന സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ നാമം എവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ,
എവിടെ പ്രഘോഷിച്ചിട്ടുണ്ടോ, എവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ശാരീരികമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ അദൃശ്യമണ്ഡലത്തിൽ ഇന്ന് വളരെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷകളെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരു അദൃശ്യ ശക്തിയുടെ വ്യാപാരം ഇന്ന് ദേശവ്യാപകമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുതിയ തലമുറ മദ്യത്തിനും മയക്കമരുന്നിനുമൊക്കെ അടിമകളായി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര പരിശോധിച്ചാലും അതിന്റെ കാരണം കണ്ടുപിടിക്കുവാൻ വളരെ പ്രയാസമാണ്. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസ നിലവാരം ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെക്കാളും ഉയർന്ന തലത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ തലമുറ മദ്യവും മയക്കമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് തകർന്നുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് ഈ തെരുവ് സുവിശേഷകരായ ഞങ്ങൾ ഉയർത്തുന്ന ദൈവനാമത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. അത് ജീവിപ്പിക്കുന്ന വചനമാണ്. തകർന്നു പോയവരെ ശക്തീകരിക്കുന്ന വചനമാണ്. ഇത് സൃഷ്ടിക്കുന്ന വചനമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ്. ദൈവം പറയുന്നു, ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ച് എന്റെ വചനം മടങ്ങി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വൈകുന്നേര സമയം ഈ ദേശത്തോട് സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന്മാരെ അയച്ച് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ കെട്ടുകൾ അഴിച്ച് ഇന്ന് പകൽക്കാലം ഇവിടെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ദൈവവചനം അതിന്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കാതെ അത് മടങ്ങി വരത്തില്ല. ഇന്ന് ഈ സന്ധ്യാസമയം അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങളിവിടെ ഉയർത്തുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ കേന്ദ്ര സ്ഥലമായ, കേന്ദ്ര ബിന്ദു എന്ന് പറയുവാൻ കഴിയുന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രയേലാണ്, പാലസ്തീൻ. ആ പാലസ്തീനിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ പാലസ്തീന്റെ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് യഹൂദന്റെ അഭിമാനമായ പ്രൗഢഗംഭീരമായ യെരുശലേം ദൈവാലയം നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രമാണിമാരും സമ്പന്നന്മാരും ന്യായാധിപ സംഘവും ഒക്കെയുള്ള യഹൂദന്റെ മണ്ണിൽ നിന്നുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, 30 വയസ്സ് മാത്രം പ്രായമുള്ള ഗലീലയിൽ നിന്ന് കടന്നു വന്ന നസറേത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇതാ ഇസ്രയേലിനെ പ്രകമ്പനം കൊള്ളിപ്പിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു. മഹാപുരോഹിതനും മഹാപ്രൗഢഗംഭീരമായ ആലയവും ഒക്കെയുള്ള ന്യായപ്രമാണം പകർത്തി എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന, അത് അപ്പാടെ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പരീശന്മാരുടെ നാട്ടിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഞാൻ പറഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിൽ നിന്ന്, ഗലീലയിലെ നസ്രത്തിൽ നിന്നും യെരൂശലേമിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ച യേശുക്രിസ്തുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യ യഹൂദന്റെ പ്രമാണിമാരുടെ, സമ്പന്നന്മാരുടെ, രാജപ്രഭുക്കന്മാരുടെ, മഹാപുരോഹിതന്മാരുടെ ഒരു കാലഘട്ടമായി. അന്ന് നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും, ആ കാലഘട്ടത്തിൽ അവിടെ ഒരുപാട് ദരിദ്രന്മാരുണ്ടായിരുന്നു. ദരിദ്രന്മാർ, ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നു, മുടന്തന്മാരുണ്ടായിരുന്നു,
ചെകിടന്മാരുണ്ടായിരുന്നു, കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, അങ്ങനെ വിവിധ തലത്തിലുള്ള രോഗികൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചുങ്കക്കാരുണ്ടായിരുന്നു, പാപികളെന്ന് പേർ പറയുന്ന അനേകം ആളുകൾ ഉണ്ടായിരുന്നു, വേശ്യകൾ ഉണ്ടായിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിക്കളഞ്ഞ ഒരു വലിയ കൂട്ടം ആളുകൾ ഇസ്രായേലിലുണ്ടായി. ഹല്ലേലൂയ. ആഢ്യയൂതൻ പറഞ്ഞു, ഈ ദരിദ്രന്മാരെന്ന് പറയുന്നവര്, ഈ രോഗികൾ എന്ന് പറയുന്നവര് ദൈവത്തിന് വേണ്ടാത്തവരാണ്. അവർക്ക് ദൈവത്തിന് വേണ്ട. അപ്പൊ ദൈവം ആരുടെ പക്ഷത്താണ്? ദൈവം സമ്പന്നന്മാരുടെ കൂടെയാണ്, കാശുള്ളവരുടെ കൂടെയാണ്, സൗന്ദര്യമുള്ളവരുടെ കൂടെയാണ്, ആരോഗ്യമുള്ളവരുടെ കൂടെയാണ്, പ്രമാണിമാരുടെ കൂടെയാണ്, പുരോഹിതന്മാരുടെ കൂടെയാണ്. അവരുടെ കൂടെയാണ് ദൈവമുള്ളത്. ദൈവത്തിന്റെ അനുഗ്രഹം അവർക്കുള്ളതാണ്. അതുകൊണ്ട് ഈ പാപികൾ എന്ന ഒരു വലിയ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഈ ആളുകളെ പുറംപോക്കിലേക്ക് അടിച്ചു ഓടിച്ചു. കുഷ്ഠരോഗിയായവൻ അവരുടെ പാളയത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. അവൻ വീടും നഗരവും ഒക്കെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകണം, പാളയത്തിന് പുറത്തു പോകണം. വേശ്യകൾ, ചുങ്കക്കാര് അവരെ ഒന്നും സമൂഹത്തിലേക്ക് അടുപ്പിച്ചില്ല, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അവർ അനുവദിച്ചില്ല. ആഢ്യയഹൂദന്റെ വലിയൊരു കോട്ട അവർ അവിടെ സൃഷ്ടിച്ചിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ യെരൂശലേമിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, പാപികളെ മാനസാന്തരത്തിന് വിളിപ്പാൻ അത്രേ യേശു ക്രിസ്തു വന്നത്. ഇന്ന് ഈ വൈകുന്നേര സമയം ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൈവം ഉപേക്ഷിച്ചതാണ്, എന്റെ കുടുംബത്തെ ദൈവത്തിന് വേണ്ട, എന്റെ തലമുറയുടെ തകർച്ചയുടെ കാരണം ദൈവം ഞങ്ങളെ കൈവിട്ടതാണ്, എന്റെ രോഗം മാറാത്ത അവസ്ഥയിൽ ഞാൻ തകർന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് എന്നെ വേണ്ടാത്തത് കൊണ്ടാണ്, ദൈവം എന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, എന്റെ പാപത്തിന്റെ കാഠിന്യം കൊണ്ടാണ്. അങ്ങനെ നിരാശപ്പെടുന്നവരാരെങ്കിലും ഈ വൈകുന്നേര സമയം ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ ചുമന്നു വെച്ച ഒരുവനുണ്ട്, അവനത്രേ നസ്രയനായ യേശു. ആ യേശുവിനെ അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് യേശു ക്രിസ്തുവിന്റെ ഈ പ്രഖ്യാപനങ്ങൾ സമ്പന്നന്മാരെയും ആഢ്യയഹൂദന്മാരെയും അതുപോലെ തന്നെ പുരോഹിത വർഗത്തെ എല്ലാം ആകപ്പാടെ ചിന്താക്കുഴപ്പത്തിലാക്കി. ദൈവത്തിന് സ്തോത്രം. യഹൂദനായി ജനിച്ച ഒരുവൻ, നസ്രത്തിൽ നിന്ന് വന്നവൻ, യെരൂശലേമിൽ നിന്നുകൊണ്ട് അവരുടെ പ്രമാണങ്ങൾക്കും ആചാരങ്ങൾക്കും ന്യായപ്രമാണത്തിനുമൊക്കെ എതിരായി പ്രസംഗിച്ചപ്പോൾ അവനെ മുൻപോട്ട് വിടുവാൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആളുകൾ സമ്മതിക്കത്തില്ല. സ്വാഭാവികമായും ഇന്നും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമം എവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ, ആര് അത് നെഞ്ചിലേറ്റിയിട്ടുണ്ടോ, അവരൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചവരാണ്, അവരൊക്കെ വിടുതൽ പ്രാപിച്ചവരാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ ഏത് ഗ്രാമത്തിൽ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യേശുവിന്റെ സുവിശേഷം ഏതൊക്കെ രാജ്യങ്ങളിൽ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ രാജ്യങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സമ്മതിക്കത്തില്ല. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ഈ ദൈവവചനത്തിന്റെ സുവിശേഷം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സമ്മതിക്കത്തില്ല. തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ നമുക്കറിയാം. അവിടെ മാത്രമല്ല, ഇസ്രയേലിൽ മാത്രമല്ല, ഈ സുവിശേഷം കടന്നു ചെന്ന എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും അതിനെതിരെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തെ തകർത്ത് കളയുവാൻ, ഈ വിശുദ്ധ ബൈബിളിനെ ഇല്ലാതാക്കി കളയുവാൻ തുടക്കം മുതൽ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രസംഗിക്കുന്നവനെ തടയുവാൻ, ദൈവത്തിന്റെ സ്തോത്രം അവനെ ഉപദ്രവിക്കുവാൻ, കള്ളക്കേസുകൾ ഉണ്ടാക്കുവാൻ ഒക്കെ ആളുകൾ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ നടുവിൽ ഹല്ലേലൂയ ഈ നസ്രത്തുകാരൻ യേശു ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്നുകൊണ്ട് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജയിക്കത്തില്ല. അന്ധകാര ശക്തി ജയിക്കത്തില്ല. ദൈവവചനത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു മാനുഷികമായ ശക്തിയും ജയിക്കത്തില്ല. എന്റെ സഭയെ ജയിക്കത്തില്ല. ഞാനതിനെ പണിയും. ദൈവത്തിന് സ്തോത്രം. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് ഈ വചനം പ്രഘോഷിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ, ദൈവത്തിന് സ്തോത്രം പ്രസംഗിക്കുന്ന ഞാൻ അടക്കം ഉള്ള ആളുകൾ ഒരിക്കലും യേശുവിനെ വിശ്വസിച്ചവരല്ല. യേശു ദൈവമാണെങ്കിൽ അത് ക്രിസ്ത്യാനികളുടെ ദൈവം, എനിക്കെന്ത് കാര്യം? അങ്ങനെ ഉപേക്ഷ വിചാരിച്ചവരാണ് ഞങ്ങൾ.
എന്നാൽ ദൈവത്തോട് സ്തോത്രം, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളുടെ സമയങ്ങളിൽ ഒരു ആശ്വാസവാക്ക് പോലും പറയുവാൻ ആളില്ലാതെ, ഒന്ന് സഹായിക്കുവാൻ, ഒന്ന് കരം പിടിക്കുവാൻ ഒരു വ്യക്തി പോലും ഇല്ലാതെ സകല മനുഷ്യരാലും തള്ളപ്പെട്ടപ്പോൾ യേശുവേ എന്ന് വിളിച്ചതുകൊണ്ട്, ആ ഒരൊറ്റ വിളി കൊണ്ട് മാത്രം ഹല്ലേലൂയ അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത് പോലെ ഈ കൃപയിലേക്ക് കടന്നു വന്നവരാണ് ഞങ്ങൾ. ഒരു കാലത്ത് മദ്യപിച്ചവരും, കഞ്ചാവ് വലിച്ചവരും, ദുർനടപ്പുകാരും, അടിയുണ്ടാക്കാൻ പോകുന്നവരും, കൊടി പിടിക്കാൻ പോകുന്നവരും ഒക്കെ ആയിരുന്നു. ദൈവത്തിന്റെ സ്വന്തം സമൂഹത്തിന് വേണ്ടാത്തവര്, കുടുംബത്തിൽ കൊള്ളുകരാത്തവര്. പക്ഷെ ഇന്ന് ഞങ്ങളെ അഭിമാനികളാക്കി മാറ്റിയത് ഈ സുവിശേഷമാ. യേശു വിളിച്ചു പറഞ്ഞ സുവിശേഷമാ. യേശുവാണ് സുവിശേഷം. ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതമാണ് സുവിശേഷം. യേശുവിന്റെ ക്രൂശീകരണമാണ് സുവിശേഷം. യേശു കാൽവരിയിൽ മരിച്ചതാണ് സുവിശേഷം. യേശുവിന്റെ പുനരുദ്ധാനമാണ് സുവിശേഷം. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. ഞങ്ങൾ ഇന്ന് അഭിമാനത്തോടെ ജീവിക്കുന്നു. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരാണ് ഞങ്ങൾ. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരും പ്രമാണിമാരും യഹൂദന്മാരൊക്കെ യേശുവിനെ കൊല്ലുവാൻ തീരുമാനമെടുത്തു. ആലോചനകൾ നടത്തി, കൂടിയാലോചനകൾ നടത്തി. അവർ യേശുവിനെ പിടിച്ചു. ഈ സുവിശേഷം മുൻപോട്ട് പോകാതിരിക്കുവാൻ ഈ ദരിദ്രന്മാരെ, പാവപ്പെട്ടവനെ, കണ്ണില്ലാത്തവനെ, കൈയില്ലാത്തവനെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നടത്തുന്ന ഒരു യേശുവിനെ മുൻപോട്ട് വിടാതിരിക്കുവാൻ ആദ്യ സമൂഹമെന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. അല്ലാതെ മറ്റെന്ത് കാര്യം? കണ്ണില്ലാത്തവന് കണ്ണുകൊടുത്തത് ഒരു തെറ്റായിട്ട് അവർ കണ്ടില്ല. അത്ഭുതങ്ങൾ ചെയ്തതൊന്നും തെറ്റായി മാറിയില്ല. വെള്ളത്തിന് മീതെ നടന്നതുകൊണ്ട് അവർക്കെന്ത് പ്രയോജനം? ദൈവത്തിന്റെ സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കർത്താവ് യേശു കൊടുക്കട്ടെ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഈ അനാഥരും വിധവകളും വേശ്യകളും ചുങ്കക്കാരുമായവര് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നടത്തിയവര് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരുമിച്ചു സംഘടിച്ചു യേശുവിനെ അറസ്റ്റ് ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? അപ്പോസ്തലനായ പത്രോസ് വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പാട്, യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് അദ്ദേഹം പറയുന്നു. ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധന്, നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഈ പട്ടണത്തിൽ ഒരുമിച്ച് കൂടി നിന്റെ ആലോചനയും നിന്റെ കൈയും നടക്കണമെന്ന് തീരുമാനിച്ചത് തന്നെ ചെയ്തിരിക്കുന്നു. യേശുവിനെ ക്രൂശിച്ചപ്പോൾ പുരോഹിതന്മാരും പ്രമാണിമാരും ചിന്തിച്ചത് അവൻ പരാജയപ്പെട്ടു, ഇവിടെ തോറ്റു എന്നാണ് അവർ വിചാരിച്ചത്. അവരുടെ പദ്ധതികൾ വിജയിച്ചിരിക്കുന്നു, അവരുടെ സംഘടനാശേഷി വിജയിച്ചിരിക്കുന്നു, അവരുടെ പട്ടാളത്തിന്റെ അധികാരം നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ വെളിപ്പാടിൽ വിളിച്ചു പറയുകയാ, അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയുടെ നടത്തിപ്പുകാരാണ് നിങ്ങൾ. തൊടാൻ കഴിയത്തില്ല. യേശു ആരാ? ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും സൃഷ്ടിച്ചവൻ, ഈ അണ്ഡകടാഹത്തെ ഉണ്ടാക്കിയവൻ, ഈ ലോകത്തിലെ ഏറ്റവും സൂക്ഷ്മാണുവായ ആറ്റത്തിന്റെ സ്പന്ദനം മുതൽ ആകാശഗോളങ്ങളുടെ ആകർഷണത്തിൽ വരെ തന്റെ ശക്തി വ്യാപരിക്കുന്നവൻ യേശു. യേശുവിനെ തകർക്കുക, ഇല്ലാതാക്കാൻ, ആ നാമം ഇല്ലാതാക്കാൻ ലോകരാഷ്ട്രങ്ങളിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ട് പിന്മാറിയതേ ഉള്ളൂ. ഹല്ലേലൂയ. ബൈബിൾ കത്തിച്ചവനെ പാസ്റ്ററാക്കിയ ഒരു പ്രസ്ഥാനമാണിത്. ദൈവത്തിന് സ്തോത്രം. യേശു കാൽവരിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശിൽ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പീലാത്തോസും അവന്റെ പട്ടാളവും യഹൂദന്മാരും അവരുടെ പ്രമാണിമാരും അവരുടെ പുരോഹിതന്മാരും യേശുവിനെ ഇല്ലാതാക്കാൻ കാൽവരി ക്രൂശിൽ തറച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശിൽ അവർ യേശുവിനെ തറച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രസ്ഥാനത്തിന്റെ യുഗാന്ത്യം എന്നവർ എഴുതി വെച്ചു.
ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്ക നിലവിളിക്കുമ്പോഴും സ്വർഗത്തിലെ പിതാവായ ദൈവം, എന്റെയും നിങ്ങളുടെയും മുഖം കണ്ട സ്വർഗത്തിലെ ദൈവം പുത്രന് നേരെ കണ്ണടച്ചു കളഞ്ഞു. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, പാപി മരിക്കണം, പാപത്തിന്റെ ശിക്ഷ മരണമാണ്, അത് നടപ്പാക്കും. അതാണ് ദൈവത്തിന്റെ നീതി. എന്നാൽ ദൈവത്തിന്റെ സ്നേഹമോ, യേശു പറഞ്ഞു, ഞാൻ പാപത്തെ വെറുക്കുന്നു, പക്ഷെ പാപിയെ സ്നേഹിക്കുന്നു. യേശുവിന്റെ സ്നേഹമാണ്, ക്രൂശിലെ സ്നേഹമാണ് എന്റെയും നിങ്ങളെയും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിന്റെ നുകത്തിന്റെ കീഴിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് യേശുവിന്റെ രക്തമാണ്. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പൂർവകാല നിത്യതയിലെ ദൈവ പദ്ധതി ദൈവം നടപ്പാക്കി കാൽവരി ക്രൂശിൽ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേലേറി അവസാനത്തെ തുള്ള രക്തവും നമുക്ക് വേണ്ടി, പാപികളായവർക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ ഊറ്റി തന്നുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറി. യേശുവിന്റെ ആ ക്രൂശിലേക്ക് നോക്കി, യേശുവിനെ നോക്കി, ആ രക്തത്തിലേക്ക്, ഇറ്റിറ്റി വീഴുന്ന രക്തത്തിലേക്ക് നാം നോക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ സ്തോത്രം, വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കി തീരുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ പരസ്യമായി ഏത് ലോകത്തിലുള്ളവർക്കും, ഏത് ജാതിയിലുള്ളവർക്കും, ഏത് മതത്തിലുള്ളവർക്കും, ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ യേശുവിനെ ദൈവം പരസ്യമായി നിർത്തി. മറ്റൊരുത്തനിലും രക്ഷയില്ല, വേറെ ഒരുത്തനും ഒരു രക്ഷകനില്ല. പാപത്തിന്റെ മോചനം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. മാംസത്തിന്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. അതുകൊണ്ട് രക്തം ചൊരിയണം, പാപമില്ലാത്ത രക്തം ചൊരിയണം. ഭൂമിയിൽ ഒരു മനുഷ്യരെയും പിതാവ് കണ്ടില്ല. തന്റെ ഏകജാതനായ പുത്രനെ കാലസമ്പൂർണതയിൽ ഈ ലോകത്തിലേക്ക് അയച്ച്, പാപമില്ലാത്തവനായി ജനിച്ച്, പാപമില്ലാത്തവനായി വളർന്ന്, പാപം അറിഞ്ഞിട്ടില്ലാത്തവനായി തീർന്ന യേശു കാൽവരിയിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരമായി ഏൽപ്പിച്ചു കൊടുത്തു. കാൽവരി ക്രൂശിൽ യേശു നമ്മുടെ പാപത്തിന്റെ പരിഹാരയാഗമായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപത്തിന്റെ അടിമത്തത്തിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. എന്താണ് പാപമെന്ന് നമ്മൾ നമ്മെ തന്നെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഇവിടെ അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അത് പാപം. അധർമ്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അത് പാപത്തിന്റെ ഫലമാണ്. ഇവിടെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അത് പാപത്തിന്റെ ഫലമാണ്. ഇവിടെ ദുർനടപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അത് പാപത്തിന്റെ ഫലമാണ്. അകൃത്യങ്ങൾ മുഴുവൻ പാപത്തിന്റെ ഫലമാണ്. ഈ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ, അത് നസറേയനായ യേശുവാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഇതല്ലാതെ മനുഷ്യവർഗത്തിന് മറ്റൊരു രക്ഷയ്ക്ക് മാർഗമില്ല. മറ്റൊരു മധ്യസ്ഥനില്ല, മറ്റൊരു മധ്യസ്ഥയും ഇല്ല. ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച്, സൗജന്യമായുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ള ദൗത്യമായിട്ടാണ് ഇന്ന് ഈ വൈകുന്നേര സമയം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുവാനുള്ള ആത്മാവിനോട് ദൈവത്തിന്റെ വചനം ഇടപെടുന്നുവെങ്കിൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിക്കും. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ച യേശു ക്രിസ്തുവിന് മാറ്റമില്ലാത്ത സന്ദേശത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ സ്നേഹം പങ്കുവച്ചുകൊണ്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദേശത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഒക്കെ ആയിട്ട് ഒരുങ്ങിയിരിക്കുന്ന പിള്ളേരെ, കുട്ടികളെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാതാപിതാക്കൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് ഈ ദേശത്ത് യേശു ക്രിസ്തുവിന്റെ കർത്താവേ സ്തോത്രം, മാറ്റമില്ലാത്ത സന്ദേശം
ദേശം ഏക രക്ഷകൻ കർത്താവായ യേശുവാണെന്നും പാപപരിഹാരകനാണെന്നും കർത്താവെ അവൻ അങ്ങയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും ഈ ദേശം ഇന്ന് കേട്ടുകഴിഞ്ഞിരിക്കുക. അതിൽ വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ അത്ഭുതമായി രൂപാന്തരപ്പെടട്ടെ. ഈ ദേശത്തുള്ള ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറട്ടെ. തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ലഹരിയുടെ അടിമത്തങ്ങളിൽ നിന്ന് തലമുറയെ വിമോചനം നൽകണമേ. അപ്പോൾ തന്നെ കർത്താവെ, ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. SLC എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, ചെറിയ ക്ലാസ്സുകളിലെ എക്സാമുകളിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആശങ്കകളും ഭയങ്ങളും എല്ലാം മാറട്ടെ. അവരുടെ ബുദ്ധി പ്രകാശിക്കട്ടെ. അവർക്ക് നല്ല നിലയിൽ അത് സ്കോർ ചെയ്യുവാൻ, ഉന്നതമായ ജയം കരസ്ഥമാക്കുവാൻ അവരെ സഹായിക്കണം. യേശുവോട് ചേർന്ന് അവർക്ക് എഴുതുവാൻ, യേശുവോട് ചേർന്ന് കർത്താവെ അവരുടെ ജീവിതത്തിൽ ജയം പ്രാപിപ്പാൻ അവരെ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഈ ദേശത്തെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങൾ തന്ന് അവർക്ക് വേണ്ടുന്ന തുണയായി നിന്നുകൊണ്ട് അവർക്ക് നല്ല ജയം കൊടുക്കുവാൻ, അവരുടെ ഭയങ്ങളെ മാറ്റുവാൻ, ആശങ്കകളെ മാറ്റുവാൻ, മാതാപിതാക്കളുടെ ഉത്കണ്ഠകളെ മാറ്റുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് ഓരോ കുടുംബങ്ങളെയും വ്യക്തിപരമായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ആത്മാവ് ഈ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. സർവ്വവിധ നന്മകൾ കൊണ്ടും ഈ കുടുംബങ്ങളെല്ലാം നിറയുവാനിടയായിട്ട് ഇന്ന് കടന്നു വന്ന ഞങ്ങളുടെ സഹയാത്രികരായുള്ള എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ കർത്താവെ പിടവാങ്ങുന്നു. ദേശത്തോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.